കളിക്കാൻ വരാൻ പറ്റിയ പറയണ പറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്നെ തല്ലണോ അത് കൊല്ലണോ? തല്ലണോ? എനിക്ക് താല്പര്യം. നിന്നൊരു പെൺവേഷം താല്പര്യം പോയി കളിക്കണോ? അടിക്കും ഞാൻ. അടിച്ചെന്ന് എന്ത് ചെയ്യണം? കളിക്കാൻ വൈകി നാട്ടിൽ കളിക്കണം. വേഷം കെട്ടി നിന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വെങ്കിടി. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വെറും തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എവിടെ നിൽക്കണേ? പോയാലോ? ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവാട്ടോ. പാവാണ്. രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹം. വെറുതെ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും കലകി. അവനോട് കാണിച്ച ഈ കളിയും ചെരിയും ഒക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. നീ എന്നോട് അഭിനയിക്കരുതല്ലേ? എന്താണ് നീ പറഞ്ഞത്? എന്തേലും പറ്റിയാ നിനക്ക്? ഇല്ല, കുഴപ്പമില്ല. അടി എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവമേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു പറ. അവനോട് നീയല്ല പറഞ്ഞ അവൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി. നേരത്തെ തന്നെ അടിച്ച് ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവും. തമ്പുരു തമ്പുരു കളിക്ക്. നന്നായി. അടിക്കരുത്. കേറി പൊടിയത്. ഇനി നീ ഇവിടെ കേറിയാലും കേറ്.
എനിക്കറിയില്ല. അവന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കടിക്കേണ്ടി വരും. പന്നി, അത് ഉറപ്പാ. ഇന്നും കൂടി വരുമെന്ന് നോക്കിയിട്ട് പോരെ? ഇന്നും വന്നില്ലെങ്കിൽ പിന്നെ അവൻ വരില്ല. അല്ല അപ്പൊ എന്ത് ചെയ്യും? കണ്ടുപിടിക്കണം. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെയെന്ന് ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയായോണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്. പ്രേതങ്ങൾക്കുള്ള കർമ്മം കൊടുക്കലാണിത്. കുലദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലെയൊക്കെ ഒരു സമ്പ്രദായ അതാർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തില്. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോ ആ അമ്മാമ്മയാ ഈ ആട്ടില് കൂട്ടിയത്. തമ്പുരൂന്ന് ആൾക്കാർ കളിയാക്കി വിളിക്കണതാ. അയ്യപ്പന്നാ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീയായിട്ട് കൊണ്ടുവരണോ? എപ്പോ നോക്കിയാലും ഈ കല്യാണം. നിക്ക് വയ്യ. വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരും വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നും അല്ല ചെയ്തത്. എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ചാ എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്.